ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കുർത്തി വെച്ചിട്ട് ഒരു മോഡേൺ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതൊരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു, ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഒരു ജാക്കറ്റ് വരുന്ന ടൈപ്പിലുള്ള ടോപ്പ്. അപ്പോൾ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് ആ ഫ്രണ്ടിലത്തെ ജാക്കറ്റ് എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് കുറച്ച് യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ച് കുറേ നാൾ എടുത്ത് വെച്ച് ബോറടിച്ചു. ഇനിയിപ്പോൾ നമുക്കിതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ആ കോട്ടായിരുന്നു ഇഷ്ടമില്ലാതെ, അപ്പോൾ കാരണം കൊണ്ട് അതിനെ തന്നെ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവും കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ യോക്ക് പോർഷൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളൊരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഒരു ചെസ്റ്റ് ഉണ്ടല്ലോ, ചെസ്റ്റിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കുക. താഴ്ഭാഗമൊക്കെ ഭയങ്കര അൺഇവനായിട്ടാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ വരച്ച ലൈനിൽ അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലേക്ക് ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കൊന്ന് കുഴിഞ്ഞ് വരുന്ന രീതിയിൽ കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് യോക്ക് പോർഷനാണ് കേട്ടോ. ഇനി ഞാനിവിടെ നിന്ന് നമ്മളുടെ ആം ഹോളിൻ്റെ ആ ഒരു 6ഉം അതുപോലെ തന്നെ നെക്ക് വരുന്ന ആ ഒരു 3.5ഉം മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സ്ലീവ് ആ ഒരു വള്ളി പോലെ കൊടുക്കുന്നത്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തില്ലേ, ആ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് ബാക്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ടിൽ നമ്മളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക, മാറ്റിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്ക് പോർഷൻ്റെ കട്ടിങ്. ഇനി താഴേക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ താഴ്ഭാഗം തന്നെയാണ് എടുക്കുന്നത്. ഫ്രിൽസും കാര്യങ്ങളൊക്കെ അതേപോലെ, ലൈനിങ്ങും അതുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അത് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഈവനായിട്ട് കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അതിനെ ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല ബാക്ക് സൈഡും കൂടിയിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ചെടുക്കണം, നമ്മൾ നെക്കൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതുമൊരു ഇത് വെച്ച് കൊടുക്കണം, വള്ളി പോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നെക്കിന് പൈപ്പിംഗ് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈൻ കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉൾവശത്താണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറ്റി വെക്കണം, എങ്കിൽ മാത്രമേ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല വശത്ത് നമുക്ക് ഈ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനത് എങ്ങനെ വെച്ചതെന്ന് കണ്ടില്ലേ, ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. കണ്ടോ, ഇനി ഇതുപോലെ തിരിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ കണ്ടോ നമുക്ക് കിട്ടിയത് ഈ ഡോറീസ് ഇതുപോലെ പുറത്തേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സ്റ്റിച്ച് ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ പുറത്തേക്ക് നമ്മൾ എടുക്കണം. ഓക്കെ, അതിന് ശേഷം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ബാക്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലും നമ്മൾ അതുപോലെ നെക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഇതിനെ അറ്റാച്ച് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് വിട്ടുപോയി. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റൊക്കെ നോക്കി ആ ഒരു ഭാഗത്തെ മാത്രം സ്റ്റിച്ച് അഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അതിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ചായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടുത്തെ നൂല് മാത്രം അഴിച്ചിട്ട് ഒന്ന് കെട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തേ കേട്ടോ. അപ്പോൾ ഇതിന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിന് കറക്റ്റായിട്ട് ഈ ഒരു പോർഷനിൽ നൂല് പൊട്ടിച്ചെടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കാം. കണ്ടോ, ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി, അതവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 2 സൈഡിലും ഇതൊക്കെ വെച്ച് കൊടുത്തു, സെറ്റ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫിനിഷിങ്ങിൽ നമുക്കത് കിട്ടും, നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഫ്രണ്ട് സൈഡിൽ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ സ്കേർട്ട് പോർഷനിൽ നമ്മൾ ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് അതേപോലെ തന്നെ അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ 2 സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തിരുന്നു ആദ്യം, അപ്പോൾ അതിനനുസരിച്ച് ജോയിൻ ചെയ്തു. അതിന് ശേഷം നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട്
നമുക്കിതിനൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കഴിയും, പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയാവുന്നതാണ്. പക്ഷേ നല്ലൊരു രസമുണ്ട് കേട്ടോ, ഇതിട്ട് കാണാൻ നല്ല രസമാണ്. ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ, ഫൈനൽ ലുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും കൂടി ചെയ്യണേ. അപ്പോൾ ഞാനിത് സെൻറ്റർ പോർഷനായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു സൈഡിൽ ജോയിൻ ചെയ്യുന്ന അവിടെയാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഫുൾ വേസ്റ്റിൻ്റെ ആ റൗണ്ട് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്ക് പോർഷൻ. താഴേക്ക് നല്ല ഫ്രിൽസ് വന്നിട്ട് 3 ലെയറായിട്ടാണ് താഴേക്കുള്ളത് കിടക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ, ഈസിയാണ്, പെട്ടെന്ന് ചെയ്ത് കഴിയും. നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനൊരു വൈറ്റ് ബനിയൻ ഉള്ളിലിട്ടിട്ടാണ് കേട്ടോ അതിനെ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.